അപ്പൊ അതായത് ഞങ്ങള് നോമിനേഷൻ കൊടുക്കാൻ പോകാൻ നല്ല ആത്മവിശ്വാസത്തോടെ അറിയാം. നമ്മുടെ നോമിനേഷൻ ഞങ്ങൾ നല്ല ഭൂരിപക്ഷം ജയിക്കും, ഒരു സംശയം. ചേട്ടാ സൈഡിലേക്ക് നിൽക്കേട്ടാ പ്ലീസ്. പിന്നെ ആലുവക്കാർക്ക് പരിസ്ഥിതി ഉണ്ടാവും. അവിടെ ഞാൻ രാഷ്ട്രീയമായിട്ട് ആദ്യം വന്നത് അവരെ ചെറുപ്പം അതാണ് പഞ്ചായത്ത് മെമ്പർ ആയ കാലം കൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെ. കാരണം അതാണ് എനിക്ക് പൊളിറ്റിക്കൽ നിലപാടും കാഴ്ചപ്പാടും ഞാനൊന്നും മാറ്റില്ല. പക്ഷേ ജനപ്രതി ആയാലും അതിൻ്റെ അപ്പൊ അതുകൊണ്ട് ഒത്തിരി വികസനം ഈ താലൂക്ക് ഓഫീസാണ്. ഈ താലൂക്ക് ഓഫീസ് ജനങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം അങ്ങനെ റോഡായാലും പാലമായാലും അത് ഇറിഗേഷൻ ആയാലും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്ത് ഞാൻ പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് നാളുകളുടെ ആവശ്യമുണ്ട്. MLA അർച്ചനോട് ഉത്തര റിസ്ക് എടുത്താണ് പല ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നല്ല KSRTC. ആലുവ മാർക്കറ്റ് അറിയാലോ. ആലുവ മാർക്കറ്റ് ഗവൺമെന്റ് ഞങ്ങളെ ഒത്തിരി വിമർശനങ്ങൾക്ക് ഒരു കാര്യങ്ങൾ വിമർശനങ്ങളിലാണ്. അവിടെ ഞങ്ങളുടെ ഇച്ഛാശക്തി ഞങ്ങൾ അത് മുന്നോട്ട് പോയി ഒന്ന് 50 കോടിയുടെ ഹൈടെക് മാർക്കറ്റാണ് മുഖ്യമന്ത്രി കർഷകർക്ക് കുറേയേറെ ആരോപി നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. പാറപ്പുറം മല്ലക്കട പാലം ഉദ്ഘാടനം ചെയ്തു. ആലഞ്ചിക്കട് പാലം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ എയർപോർട്ടിന് അകപ്പുറം ഗേറ്റിന്റെ അത് അകപ്പുറമ്പ് മേൽപ്പാലം അവിടെ തോട്ടക്കാരുടെ മാർക്കറ്റ് ഡോണേറ്റ് ഞങ്ങൾ അതിന്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കാം. അതും അങ്ങനെ തന്നെ. പിന്നെ ആരോഗ്യരംഗത്ത് PHSC CHC പൈസ 5 കോടി PHSC അതുപോലെ തന്നെ സബ് സെന്ററുകൾ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ സ്കൂൾ ബസ്സുകൾ, സ്കൂൾ ബിൽഡിങ്ങുകൾ, കിച്ചൺ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്കൂൾ ബിൽഡിങ്ങുകളൊക്കെ ഉൾപ്പെടെ ചെയ്തു. പിന്നെ ഇത് കൂടെ അലയുന്ന വിദ്യാഭ്യാസ പദ്ധതി കരിയർ ഗൈഡൻസ് കുട്ടികൾക്ക് MLA ഇനിഷ്യേറ്റീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലക്ഷ്യമെന്ന് കോളേജ് കുട്ടികൾക്ക് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റോഡ്, തോട്, അതുപോലെ തന്നെ അങ്ങനെ പശ്ചാത്തല മേഖലയൊക്കെ വികസനം അങ്ങനെ ഇതിൽ വേണം. അമ്മക്കലിക്കൂടുന്ന പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് 60 വീട് സ്ഥലം കൊടുക്കാൻ വീടില്ലാത്ത ആ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് 60 വീട് പണിത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സംതൃപ്തിയിലാണ് ഒരു ജനപ്രതി എന്നതിലും ഒരു മനുഷ്യനെന്നതിലും ഞാൻ വലിയ സംതൃപ്തിയാണ്. 61ാമത് വീട് മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ അവരെ ചേർത്ത് വിടും എന്ന് പറഞ്ഞ ഈ 3 ഇലക്ഷനും ആലുവയിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം എന്നെ ചേർത്ത് പിടിച്ചത് ഈ കഴിഞ്ഞ 3 വർഷം. ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ എന്നെ ചേർത്ത് പിടിക്കും എന്ന വിശ്വാസം. അതുകൊണ്ട് വിജയം സുരക്ഷിതമാണ്. വിജയം നല്ല ഭൂരിപക്ഷം. പക്ഷെ എന്നാലും ഞങ്ങളിവിടെ UDF വളരെ സിസ്റ്റമാറ്റിക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വിജയിക്കും. ഏതായാലും ഇന്ന് നോമിനേഷൻ കൊടുത്ത് എല്ലാവരുടെ അനുഗ്രഹം വേണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത്. എക്കാലത്തും എന്നെ ചേർത്ത് പിടിച്ച വിജയക്കാരെ ഈ തവണയിൽ ചേർത്ത് നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരു കാര്യം അവരുടെ ഒപ്പം ഇനിയും ഞാൻ കൂടിയുണ്ട്. അതാണ്
ആ അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ